Hey guys! അപ്പൊ ഇന്ന് എന്റെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ എന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം എന്റെ ബ്രേസസ് ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ്. പല്ലേ കമ്പി അങ്ങനെ പറഞ്ഞാണ് എല്ലാവരും എന്നെ കളിയാക്കാറ്. ഇത് ഇട്ടിരുന്നവർക്ക് റിലേറ്റബിൾ ആയിരിക്കുമല്ലോ. അപ്പൊ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, ജസ്റ്റ് ബ്ലഷ്, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക്, കണ്ണെഴുതി പൊട്ടു കഴിഞ്ഞു. അറിയിട്ട് ഞാൻ ഓട്ടോ ബസ്സൊക്കെ പേടിച്ച് ഹോസ്പിറ്റലിലെത്തി. എന്റെ അടിയിലത്തെ നടുക്കത്തെ പല്ലിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല പെയിൻ ആയിരുന്നു ആ ഭാഗത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണാൻ പോയത്. അപ്പൊ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കമ്പിയിട്ട് ഗ്യാപ്പ് എന്നൊക്കെ തന്നെ. അപ്പൊ മുകളിലും അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ മൊത്തത്തിലിടാന്ന് വിചാരിച്ച് അങ്ങനെ കമ്പിയിട്ടതാണ്. ഇനി ആ കട്ട് ഇങ്ങനെ ടക് ടക്ന്ന് പൊട്ടിച്ചിരിക്കണ സൗണ്ട് ഒന്നും കേട്ടാലോ? അത് ഫുള്ള് കംപ്ലീറ്റ് ആയി എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ പല്ല് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. കുറച്ച് പേര് എന്റെ ഷോർട്ട് വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപയായി എന്നൊക്കെ. അത് ഓരോരുത്തരുടെ പല്ലിന്റെ സംഭവത്തിനനുസരിച്ചിരിക്കുമല്ലോ, പ്രശ്നത്തിനനുസരിച്ചിരിക്കുമല്ലോ. അപ്പൊ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ എടുത്തിരുന്നത് 12K ഒരു സംഭവമാണ്. അപ്പൊ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഇപ്പൊ എന്നെ കാണുമ്പോൾ എനിക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആദ്യം പല്ല് എടുക്കുമ്പോൾ തന്നെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ടൈം എടുക്കുന്നുള്ളതാണ് ഞാൻ അവരാരെയും വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഈ വീഡിയോയിലെല്ലാം അവർ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആർക്കെങ്കിലും ഞാൻ ഇതെവിടെ ചെയ്തെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുടയിലുള്ള ഡി റൂട്ട്സ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിലാണ് ചെയ്തത്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് തൊട്ടപ്പുറത്തുള്ള ക്ലിനിക്കാണ് കേട്ടോ. അവിടുത്തെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. അത് കാരണം വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് അവർ എടുത്തു തന്നു. സിസ്റ്റേഴ്സാണ് എനിക്ക് എടുത്തു തന്നത്. നമ്മളുടെ പ്രശ്നം എന്താണെന്നും അതിന് പറ്റിയ പരിഹാരം എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞുതരും. എന്നിട്ടാണ് ട്രീറ്റ്മെന്റിലേക്ക് കടക്കുള്ളൂ. എന്റെ അനിയനും പിന്നെ ഒരു ഫ്രണ്ടും അവിടെ തന്നെയാണ് ട്രീറ്റ്മെന്റ് എടുക്കണേ കേട്ടോ. ഞാൻ ഈ പല കോപ്രായങ്ങളും കാണിക്കണത് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാ. എനിക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കണത്. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തോളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.